നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എത്രാം ദിവസം? മൂന്നാമത്തെ ദിവസം. എന്താണ് പറയാനുള്ളത്? എന്താ പറയാ, ഇന്നലെ ഒരുപാട് ടാസ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തു. കളിയാക്കി പേരുകളല്ലേ, കളിയാക്കി ഇരട്ടപ്പേര്, കളിപ്പേര്, അങ്ങനെ എന്തോടാനുള്ള ടാസ്ക് കൊടുത്ത സമയത്ത് രേണുസുതിക്ക് കിട്ടിയ പേര് രേണുസുതിക്ക് ഭയങ്കര ഭക്ഷണമാണ്. എന്തിനാ അങ്ങനെയൊക്കെ അല്ലെ? നിങ്ങൾ പറയുന്നത് മറ്റേ സെപ്റ്റി ടാങ്ക് വെച്ചാണ്. അത് അവര് ഭയങ്കര ഹേറ്റായിട്ടാണ് ചെയ്തത്. കാരണം ശരിയാണ്, പുള്ളിക്കാരത്തി ഈ പറഞ്ഞ ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള ആളാണ്, അതിലേക്ക് കയറിയിരിക്കുന്ന ആളാണ്, ഒക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മള് അതില് എന്താണ് റിയൽ ആയിട്ടുള്ള സ്വഭാവം പുറത്തു വരാതെ രേണുസുധീനെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത് മോശമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം രേണുസുധി എന്തായാലും റിയൽ ആയിട്ട് അത്രയും ഹേറ്റേഴ്സ് ഉണ്ട്. 100 പേരിൽ 90 പേര് ചിലപ്പോൾ അവർക്ക് ഹേറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ എന്റെ കണക്കൊരു കൂടുതൽ തെറ്റായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയൊക്കെ വളരെ മോശമായി പോയെന്ന് എനിക്ക് തോന്നി. സെപ്റ്റിടാന്ന് വിളിച്ചത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സെപ്റ്റിടാന്ന് ഒരു പേരിടാൻ കാരണം? ഇല്ല, അതിനുശേഷം ഇവൻ വന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാൻ തമാശക്ക് വിളിച്ചതാണ്, അങ്ങനെ ആളെ വിളിച്ചത് ഹേറ്റായി പോയി. മനസ്സിലൊരു മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് ചെയ്യുന്ന ഒരു സ്ഥലമാണോ? പ്രതികാരം വീട്ടുന്ന സ്ഥലമല്ലോ, ഗെയിമല്ലേ. സെപ്റ്റിടാന്നൊക്കെ പറഞ്ഞിട്ട് ഇടാനുള്ള അത്രയ്ക്കും വിരോധം എന്തായിരിക്കും? അല്ല, വിരോധമല്ല, അത് ഗെയിമായിരിക്കും. കാരണം മാനസികമായിട്ട് ഞാൻ രേണുസുധിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം, രേണുസുധി പറയുന്ന പോലെ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളെ എല്ലാം ഭയങ്കരമായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാള് ചോദിക്കുന്നതിലേക്ക് ഉപ്പരുവല് മറുപടി പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് സ്റ്റക്ക് ആവാം. പക്ഷെ അക്ബറിന്റെ ഒരു സ്ട്രാറ്റജി വർക്കൗട്ടാണ് ചെയ്യുന്നത്. കാരണം രേണുസുധി ആ ഒരു വാർത്തും അല്ലെങ്കിൽ അത് കാരണം പുള്ളിക്കാരി നല്ലോണം ഡൗണായി. ചുമ്മാ ബെഡിൽ പോയി കിടക്കുന്നു, മറ്റുള്ളവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു, നല്ലപോലെ ഡൗണായി. അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിയുമ്പോ ഇതിൽ ഏകദേശം ശാരിക രേണുസുധി ഇതിൽ വെച്ച് ഭയങ്കര കളിച്ചു കയറുന്നു, ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം, രേണുസുധി സാരിക മറ്റേ ആങ്കർ, അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ബോണ്ടിങ് ആയിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യം അവരൊന്നും എപ്പോഴും ചിലപ്പോ ഇതായിരിക്കും, എന്താ പറയാ, ഭയങ്കരമായിട്ട് എന്താ പറയാ, ശത്രുക്കളെ പോലെ പെരുമാറുന്നു, ഗെയിം കളിക്കുന്നു, ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ രേണുസുധി ഈ പറയുന്ന പോലെ അങ്ങനെ ഒരാൾ പറയുമ്പോഴത്തേക്ക് തകരുന്ന ഒരാളൊന്നല്ല. ഇങ്ങനെ കത്തി നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് അറിയണം. ബിഗ് ബോസിലെ ഓരോ കാര്യങ്ങളും കരയൽ, ദേഷ്യപ്പെടൽ, കളിയാക്കൽ എല്ലാം ഗെയിമാണ്. എന്നാലും വിളിച്ചപ്പോഴേക്കും തളരാനുള്ള ഒരു മനസ്സും കൊണ്ട് ബിഗ് ബോസിലേക്ക് എന്നിട്ട് എന്താ കാര്യമാണ്? രേണുസുധി എന്ന് പറയുന്നത് എന്താ പറയുക, കേവലം ഒരു സാധാരണ ഒരാളാണ്. അവർ പെട്ടെന്ന് ഒരു ഫെയിമായ ഒരാളാണ്. അങ്ങനെ പല രേണുസുധി ഫേമസ് ആവാൻ പല പല കാരണങ്ങളുണ്ട് ഇല്ലേ. എല്ലാവരും ഹേറ്റേഴ്സ് കൂടി ഫേമസ് ആയ ഒരാളാണ് രേണുസുധി. അപ്പൊ അവരെ വലിയ ഇതായിട്ട് ഫോക്കസ് ചെയ്യുന്ന വേറെ എത്രയോ പേരുണ്ട്, വെറുപ്പിക്കുന്ന എത്ര പേരുണ്ട്. അഭിലാഷ്, പിന്നെ ഈ പറയുന്ന കോമണറൊക്കെ ഇതൊക്കെ പോട്ടെ. ഞാനിപ്പോ അവരെ പറ്റി പിന്നെ പറയാം. നമ്മുടെ ഇവരുടെ പേര് നടന്നല്ലോ, ഹാരിയല്ല, വേറൊരു എടോ അപ്പാരിശരത്ത്. അപ്പാരിശരത്തിനെ കുറിച്ച് എന്താ പറയാ? കാണിച്ചു. അങ്ങനെ പോയിട്ട് ഇവൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഈ ഞാൻ അവിടെ നോക്കുമ്പോ ശാരീരിക ഈ പറയുന്ന പോലെ പല പല ഇതില് ഏർപ്പെടും. സാധാരണ നമ്മൾ പെണ്ണുങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ ഇവിടെ ഞാൻ നോക്കുമ്പോ അപ്പാരിശരത്ത് ഭയങ്കരമായിട്ട് ഇത് മേടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പാരിശരത്തിന്റെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അപ്പാരിശരത്തിന്റെ ആ ഒരു തന്ത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യം ജെന്യുവനാണ്, അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യം കറക്റ്റാണ്. ഒരാളെ പുറത്താക്കണം, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ പരിസരത്ത് എല്ലാവരുടെ നമ്മള് എന്താ പറയുക, ഒരാളടുത്ത് പറയേണ്ടത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എന്താ എനിക്ക് പറയാ, അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അപ്പാരിശരത്തിന്റെ തലയിൽ. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ അവിടെ മൊന്നേന്ന് വിളിക്കുമോ, പിന്നെ സ്റ്റാർഡം എന്നൊരു സാധനമുണ്ട്, ജനങ്ങൾ എന്ന് പറയും, പിന്നെ അതിനുള്ള ഗെയിം, ഇത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത്, ഇതെല്ലാം കൂടി ഫാമിലി, ബിഗ് ബോസിലെ തന്ത്രങ്ങൾ, സ്റ്റാർഡം, ആക്ടിങ്, ഇത്രയും സാധനങ്ങൾ തലയിൽ കൂടിയിട്ട് പ്രാന്തായി നിൽക്കുകയാണ് പരിസരത്ത്. ഞാൻ പറയില്ല, പരിസരത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാര്യമില്ല. ഏതൊരു ആക്ടറും കുറച്ച് നാൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഫീൽഡിൽ കുറച്ച് ഒരു
മൈനസ് മാർക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വളർത്തുന്നില്ലായിരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല ഈ പറയുന്ന പോലെ. പിന്നെ പരിസരത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിനെ പറ്റി പഠിക്കുള്ളൂ. പക്ഷെ അതിന് മുമ്പ് പുറത്താവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് ആ പരിസരത്തിന് തനിക്കുന്നത്. പിന്നെ എനിക്ക് ഇതിനകത്ത് വേറെ ഉള്ളത്, എനിക്ക് കഴിഞ്ഞ സീസണിനേക്കാളും ഈ ബിഗ് ബോസിന്റെ എഡിറ്റിംഗ് അത്ര ഇതായിട്ട് തോന്നില്ല. കാരണം പല ഭാഗങ്ങളും കാണിക്കുന്നില്ല. ഇപ്പൊ എല്ലാവരും ഈ 24 hours കാണാൻ പറ്റുന്നില്ല. നമ്മള് ഇപ്പൊ ഞാനൊക്കെ ഈ 1 hour എപ്പിസോഡാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ഇത് കാണിക്കുന്ന ചെറു ഭാഗങ്ങൾ പല ഭാഗങ്ങളും മിസ്സാവുന്നുണ്ട്. നമുക്ക് എന്താണ് നടന്നെന്നുള്ളൊരു ക്ലിയർ പിക്ചർ കിട്ടുന്നില്ല. എന്റെ ഒരു തിരക്ക് വെച്ച് എനിക്ക് 24 മണിക്കൂർ കാണാൻ പറ്റില്ല. അപ്പൊ അതിന് കുറച്ചുകൂടി ഒരു ഫോക്കസ് ചെയ്യണമെങ്കിൽ അപ്പൻഷത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും രേണുസുതിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും എല്ലാവരിലും ഒരു നല്ല ഭാഗങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് ബിഗ് ബോസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അനുമോളുടെ ക്യാരക്ടർ അതാ പറഞ്ഞു ഇവര് എനിക്ക് അനുമോള് ഞാൻ ചെറിയൊരു ഇതുണ്ടാണ്. ഭയങ്കരമായിട്ട് ചെന്നിട്ട് പരിസരത്ത് പറയാണ് അനുമോളെ നീ വന്നിട്ട് ഗെയിം കളിക്കണം. നമുക്ക് അവർ 4 പേരിൽ ഒരാളെ പുറത്തായി കഴിഞ്ഞാൽ ഒരാൾ തുറന്ന് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവരാരെ പുറത്താക്കാൻ പറ്റാതിരുന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ തിരിച്ചു പണി തരികയാണെങ്കിലോ അല്ലെങ്കിൽ ചോദിക്കില്ല നിങ്ങൾക്ക് ഒരു ഗെയിം തന്നിട്ട് നിങ്ങൾ മര്യാദ പൂർത്തീകരിച്ചില്ലല്ലോ, ഇവരിൽ ഒരാളെ കൊണ്ട് പുറത്തായി അപ്പം എല്ലാവരും കൂടി ചെയ്യേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൂളായിട്ട് ഇരുന്നിട്ട് എനിക്ക് തോന്നി എന്താ പരിസരത്തൊക്കെ പറഞ്ഞത് മനസ്സിലാക്കാൻ വെച്ചിട്ടാണ് ചേട്ടൻ ഗ്രൂപ്പ് കളിക്കുന്നത്. പരിസരത്ത് ഒരു പേര് വന്നു പോയി, ഗ്രൂപ്പ് കളി എന്നൊരു സാധനം വന്നു. പരിസരത്ത് ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പ് എല്ലാവരുടെ പോയിട്ട് കുത്തിരിപ്പുണ്ടാക്കാനായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ സ്ട്രാറ്റജി ആണെങ്കിൽ പോലും പുള്ളി പറയുന്നത് എന്താണ് ഇവിടെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ എല്ലാവർക്കും തോന്നി. എല്ലാവർക്കും ഫേവറേറ്റ് ആൾക്കാരാണല്ലോ ഗ്രൂപ്പ് കളിക്കുന്നത്. ടാസ്കില് ഇഷ്ടപ്പെട്ട ആളെയും ഇഷ്ടപ്പെടാത്ത ആളെയും കാണിക്കാൻ വിളിച്ചിട്ട് വരുത്താൻ വേണ്ടിയുള്ള ഈ പറയുന്ന പേരിടാൻ പറഞ്ഞത്. അപ്പൊ ഇഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് എന്തായാലും അവരൊരു ടീമായിട്ട് കളിക്കുമല്ലോ. പണ്ടത്തെ ഒരു സ്റ്റൈലുണ്ട്. നമ്മൾ പണ്ട് എങ്ങനെയാണ് ഒരാൾ നിർബന്ധിക്കണം, നല്ല അടിപൊളി സെയിൽസ് അതാണെങ്കിൽ ഇതാണ് മറ്റാണ് വർഷം ഇതെടുക്കുന്ന ആൾക്കാരെടുക്കും. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞ ആളുകൾ എടുക്കും. എനിക്ക് വേണോ എങ്കിൽ മാത്രമേ ഞാൻ എടുക്കൂ. അതുപോലെയാണ് പരിസരത്ത് പണ്ടത്തെ സ്ട്രാറ്റജിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അവരെ പുറത്താകും ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഒപ്പം നിൽക്കും അങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്ട്രാറ്റജി വെറും പൊട്ട സ്ട്രാറ്റജിയാണ്. അതായത് പൊട്ട സ്ട്രാറ്റജി അല്ല, ചെറിയ പ്രശ്നമുണ്ടതിൽ. കാരണം ചിലപ്പോൾ അയാൾ അത് ഉപയോഗിക്കുന്ന സമയം അപ്പോൾ ഒരു സമയം ചിലപ്പോൾ തെറ്റായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ അതിലുള്ള ഷാനവാസ് ഇത്രയും പുള്ളി ഭയങ്കരമായിട്ട് എന്താ പറയാ പുള്ളി മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പുള്ളി ഭയങ്കരമായിട്ടുള്ള ഗെയിമുകളും അനുമോളാണ് ഈ കരയാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അനുമോൾ അതിനുശേഷം മറ്റേ ഒരു ഫോർമറില്ലേ ജിസേൽ എനിക്ക് കുറച്ചുകൂടി ബോൾഡായിട്ട് തോന്നി. ശാരിക ഭയം ബോൾഡായിട്ട് തോന്നി. അവൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കറക്റ്റ് ഇതുണ്ട്. രേണുസുതി പുള്ളിയായിട്ട് ഒരു സെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കോണറിനെ പറ്റി എന്താ തോന്നുന്നത്? അവരൊന്നും പെട്ടെന്ന് കളഞ്ഞിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങനെ കളയില്ല. നമ്മള് ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാളെ ഒരിക്കലും കളയില്ല ബിഗ് ബോസ്. അങ്ങനെയാണ് ജിൻഡോ അവസാനം വിളിച്ചത്. ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു വോട്ടിനെ മാത്രമല്ല ബിഗ് ബോസ് തീരുമാനിക്കുള്ളൂ. 50% മാത്രമാണ് വോട്ടിങ്ങിലുള്ളൂ. 50% ബിഗ് ബോസ് തീരുമാനിക്കുന്നത്. ഒരു പെർസെന്റേജ് കൂടുതലും ബിഗ് ബോസിന് ഒറ്റയ്ക്ക് പാട്ടൊക്കെ പാടി നടക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല. അത് നല്ല കാര്യം തന്നെ. പക്ഷെ നമുക്ക് എന്താണ് പറഞ്ഞിട്ട് എനിക്കറിയില്ല. അതുപോലെ തന്നെ മറ്റേ ആര്യ എന്തൊക്കെയോ കാണിച്ചു. പുതിയ മൂന്നാല് സിനിമയിലൊക്കെ അഭിനയിച്ചും ശാരീരിക ചോദിക്കുന്നുണ്ടല്ലോ. 4 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നായകനൊക്കെ ആയിട്ടാണ്. പിന്നെ പിന്നെ തോന്നി വേറെ ഒരു ഏതെങ്കിലും ആക്ട്രസ് തോന്നിയോ? ഇല്ല, എനിക്കിതുവരെ എല്ലാവരുടെയും ഒരു കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. 3 ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് തോന്നി പരിസരത്തിന് കുറച്ച് ധൃതി കൂടിപ്പോയതാണെന്ന് സംശയമുണ്ട്. എന്തായാലും നോക്കാം. അതുപോലെ തന്നെ അനുമോള് എല്ലാം നോക്കാം.